Good morning. Today we are going to discuss Java programming. We already discussed about object-oriented programming. What is object-oriented programming? What are the features of object-oriented programming? We know Java is an object-oriented programming, so we discuss this more detail. Java programming. First, ആദ്യം നമ്മൾ ഒരു സിമ്പിൾ ജാവ പ്രോഗ്രാമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹൗ ടു റൈറ്റ് എ സിമ്പിൾ ജാവ പ്രോഗ്രാം. ഇതാണ് ആ സിമ്പിൾ ജാവ പ്രോഗ്രാം. പബ്ലിക് ക്ലാസ് മൈ ഫസ്റ്റ് പ്രോഗ്രാം. പബ്ലിക് ഒരു മോഡിഫയർ ആണ്. എല്ലാ ജാവ പ്രോഗ്രാമിലും ഒരു ക്ലാസ് ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞതാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഒരു ഒബ്ജക്റ്റുകളുടെ കളക്ഷനാണ്, അതിൻ്റെ കമ്മ്യൂണിക്കേഷനാണ് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അപ്പോൾ ഓരോ ജാവ പ്രോഗ്രാമിങ്ങിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ക്ലാസ് ഉണ്ടായിരിക്കണം എല്ലാ പ്രോഗ്രാമിലും. എവറി ജാവ പ്രോഗ്രാം ഷുഡ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് വൺ ക്ലാസ്. ഇറ്റ് ഈസ് പബ്ലിക് ക്ലാസ് my first program. This is class name. My first program is a class name. Public is a modifier used to modify a particular class member or a class. ഒരു ക്ലാസ്സിനെ അല്ലെങ്കിൽ ക്ലാസ് മെമ്പേഴ്സിനെ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് മോഡിഫയേഴ്സ്. പബ്ലിക് ഈസ് എ മോഡിഫയർ. ഇറ്റ്സ് നോട്ട് മാൻഡറ്ററി, ഇറ്റ്സ് ഓപ്ഷണൽ. പബ്ലിക് ക്ലാസ് മൈ ഫസ്റ്റ് പ്രോഗ്രാം. Then curly brace open, curly brace, public static void main. Then public static void main is a method. ഒരു പബ്ലിക് ഈ മൈ ഫസ്റ്റ് പ്രോഗ്രാം ക്ലാസ്സിലെ ഒരു മെത്തേഡാണ് മെയിൻ. എവറി പ്രോഗ്രാം ഷുഡ് കണ്ടെയ്ൻ എ മെത്തേഡ്, ദാറ്റ് ഈസ് മെയിൻ മെത്തേഡ്. എല്ലാ ജാവ പ്രോഗ്രാമിലും ഒരു മെത്തേഡ് ഉണ്ടായിരിക്കും മെയിൻ എന്ന പേരിൽ. ഇത് ഡിഫൈൻഡ് നെയിമാണ് മെയിൻ, MAIN, മെയിൻ. ദെൻ വിത്ത് ആർഗ്യുമെൻറ്റ്സ്, സ്ട്രിങ് ARGS. ഇതൊരു ആർഗ്യുമെൻ്റ് ആണ്. ഇത് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് അറിയും. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യും എന്താണ് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ്. ആർഗ്യുമെൻറ്റ്സിനെ പാസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ആർഗ്യുമെൻറ്റ്സിനെ ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അറേയാണ് ARGS. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യും. നിങ്ങളിപ്പോൾ ഇത്ര മാത്രം മനസ്സിലാക്കുക, ഓരോ ജാവ പ്രോഗ്രാമിലും ഒരു ക്ലാസ് ഉണ്ടായിരിക്കണം. ആ ക്ലാസ്സിൻ്റെ നെയിമാണ്. അത് നമുക്ക് എന്തും ചെയ്യാം, എന്ത് പേരും നമുക്ക് ആഡ് ചെയ്യാം, യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മൈ ഫസ്റ്റ് PGM. ദെൻ അതിൻ്റെ ഓരോ ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു ജാവ പ്രോഗ്രാമിൽ ഒരു മെത്തേഡ് ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് മെയിൻ മെത്തേഡ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ മെത്തേഡാണ് മെയിൻ. ദെൻ വിത്തിൻ മെയിൻ മെത്തേഡ് system.out.println ഹലോ വേൾഡ്. ഇത് നമ്മൾ സിയിലൊക്കെ പ്രിൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ പ്രിൻ്റ് എഫിന് സമാനമായിട്ട് ഇവിടെ ജാവയിൽ യൂസ് ചെയ്യുന്നതാണ് system.out.println. ദെൻ വിത്തിൻ ആർഗ്യുമെൻ്റായിട്ട് ഹലോ വേൾഡ്. ഇത് println എന്ന് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഈ മെത്തേഡ് എന്ത് യൂസ് ചെയ്യുന്നു? ഹലോ വേൾഡ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് println. ഇത്രയാണ് സിമ്പിളായിട്ടൊരു ജാവ പ്രോഗ്രാമിൽ എഴുതേണ്ടത്. ഇത്രയായിരിക്കും ഉണ്ടാവുക. ആദ്യം ഒരു ക്ലാസ് ഉണ്ടായിരിക്കും. എല്ലാ ജാവ പ്രോഗ്രാമിലും ഒരു സിംഗിൾ ക്ലാസ് ഉണ്ടായിരിക്കണം. ആ ക്ലാസ്സിൽ ഒരു മെത്തേഡ് ഉണ്ടായിരിക്കും, മെയിൻ മെത്തേഡ്. ആ മെത്തേഡിൻ്റെ ഉള്ളിലാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യാനുള്ള കോഡ് എഴുതുന്നത്. ഇനി മെത്തേഡിൻ്റെ മോഡിഫയേഴ്സായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, ഇതാണ് മെത്തേഡിൻ്റെ മോഡിഫയേഴ്സ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നതാണ്. പബ്ലിക് എന്ന് പറയുന്നത് ഒരു മോഡിഫയർ ആണ്. ഇതിന് ആക്സസ് സ്പെസിഫയർ എന്ന് പറയും. സ്റ്റാറ്റിക് എന്നത് അനദർ മോഡിഫയർ ആണ്. ഈ വോയിഡ് എന്ന് പറയുന്നത് റിട്ടേൺ ടൈപ്പാണ്. റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് ഈ മെയിൻ റിട്ടേൺ ചെയ്യുന്നത് വോയിഡാണ്. ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വോയിഡ്. സ്റ്റാറ്റിക്കും നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ്. എന്താണ് സ്റ്റാറ്റിക് എന്നത്? സ്റ്റാറ്റിക് ഒക്കെ ഒരു മെമ്പറിന്, ഒരു ക്ലാസ്സിലെ മെമ്പേഴ്സിന് അഡീഷണലായിട്ട് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അഡീഷണലായിട്ട് കുറച്ച് വാല്യൂസ് അസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഈ മോഡിഫയേഴ്സ്.
അതാണ് ഈ പബ്ലിക് സ്റ്റാറ്റിക് എന്നുള്ളത്. ഇതിനിവിടെ യൂസ് ചെയ്യുന്ന പ്രിൻ്റ് എന്ന ഫംഗ്ഷൻ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് സിസ്റ്റം എന്ന ക്ലാസ്സിലാണ്. അതുകൊണ്ടാണ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എന്ന് ഉപയോഗിച്ചത്. ഇത് നമ്മൾ എന്താണ് ഔട്ട് എന്നുള്ളത് പിന്നെ ഡിസ്കസ് ചെയ്യും. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്. നമുക്കറിയാം നമ്മൾ ജാവ പ്രോഗ്രാമിൽ ഒരുപാട് ബിൽറ്റ് ഇൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ബിൽറ്റ് ഇൻ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ജാവ പ്രോഗ്രാമിൽ ഡിഫൈൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ. അങ്ങനെ ഒരു ക്ലാസ്സാണ് ഈ സിസ്റ്റം ഒരു ഡിഫൈൻഡ് ക്ലാസ്സാണ്. എസ് ക്യാപിറ്റൽ ആയിരിക്കണം. എസ് സിസ്റ്റം, എസ് ക്യാപിറ്റൽ സിസ്റ്റം. ദെൻ സിസ്റ്റത്തിലൊരു മെമ്പറാണ് പ്രിൻ്റ് എന്ന മെമ്പർ, ഒരു ഫംഗ്ഷനാണ് പ്രിൻ്റ്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തെങ്കിലും മെസ്സേജസ് ജസ്റ്റ് സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്യുന്നത്. പിന്നെ പറയാനുള്ളത് കമൻറ്റുകളാണ്. ടു ടൈപ്പ് ഓഫ് കമൻറ്റ്സ് ആർ അവൈലബിൾ. ഫസ്റ്റ് വൺ സിംഗിൾ ലൈൻ കമൻറ്റ്, മൾട്ടി ലൈൻ കമൻറ്റ്. ഇവിടെ സിംഗിൾ ലൈൻ കമൻറ്റുകളാണെങ്കിൽ ഒരു ഡബിൾ സ്ലാഷ് യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യും. അതായത് സിംഗിൾ ലൈൻ കമൻറ്റുകളിൽ ഇത് സിംഗിൾ ലൈൻ കമൻറ്റാണ്. ഈ ഡബിൾ സ്ലാഷിന് ശേഷം ഈ ലൈന് മൊത്തത്തിൽ കമൻറ്റായി കൺസിഡർ ചെയ്യും. ഇതിനെ ഇഗ്നോർ ചെയ്യും. ജാവ കമ്പൈലർ ഈ ലൈനിനെ ഇഗ്നോർ ചെയ്യുകയായിരിക്കും ചെയ്യുക. അതാണ് സിംഗിൾ ലൈൻ കമൻറ്റ്. മൾട്ടി ലൈൻ കമൻറ്റ് സ്ലാഷ് സ്റ്റാർ സ്റ്റാർ സ്ലാഷ്. ഇൻ ബിറ്റ്വീൻ ഈ രണ്ട് സിമ്പിൾസിൻ്റെ ഇടയിലുള്ള എല്ലാ ലൈനുകളും കൺസിഡർ ചെയ്യും. ആ ലൈനുകളെയെല്ലാം ജാവ കമ്പൈലർ ഇഗ്നോർ ചെയ്യും. അതാണ് രണ്ട് ടൈപ്പ് ഓഫ് കമൻറ്റുകൾ, സിംഗിൾ ലൈൻ കമൻറ്റ്, മൾട്ടി ലൈൻ കമൻറ്റ്. ഇതാണൊരു സിമ്പിൾ ജാവ പ്രോഗ്രാം. ദെൻ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ആർ ദ ഡാറ്റ ടൈപ്സ്. ഈ ജാവ പ്രോഗ്രാമിങ്ങിലെ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പുകളെ കുറിച്ചാണ്. ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വാരിയബിൾ ഹോൾഡ് ചെയ്യാനുള്ള ഡാറ്റ ടൈപ്പ് ഓഫ് ഡാറ്റേനെയാണ് എന്ത് പറയാം, ഡാറ്റ ടൈപ്സ്. നമുക്ക് ഒരു പ്രോഗ്രാമിങ്ങിൽ പ്രോസസ്സ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. ഒരു സ്റ്റുഡൻറ്റിൻ്റെ ആണെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ നെയിം ഉണ്ടായിരിക്കും, റോൾ നമ്പർ ഉണ്ടായിരിക്കും. ഇപ്പോൾ റോൾ നമ്പർ ഒരു ഇൻറ്റിജറാണ്, നെയിം എന്നതൊരു സ്ട്രിങ് ആണ്. അതേപോലെ അയാളുടെ ജെൻഡർ അത് MF എന്ന ക്യാരക്ടർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യണമാവും. നമ്മൾ പല രീതിയിലുള്ള ടൈപ്പ് ഓഫ് ഡാറ്റ അവൈലബിൾ ആണ്. അതിനെ കമ്പൈലറിന് റെപ്രസെൻറ്റ് ചെയ്യാൻ അറിയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഡാറ്റ ടൈപ്പുകൾ. ഡാറ്റ ടൈപ്പ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഡാറ്റ. ഇത്രയും ഡാറ്റ ടൈപ്പുകളാണ് നമുക്ക് ജാവയിലെ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ആണ്. നോട്ട് ബേസിക് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത് ബൂളിയൻ മീൻ 1 ബിറ്റ് ഹോൾഡ് ചെയ്യുന്ന, മെമ്മറി ഹോൾഡ് ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് ബൂളിയൻ 2 രീതിയിലുള്ള വാല്യൂസ് മാത്രമാണ് ഹോൾഡ് ചെയ്യുക. ഒരു ട്രൂ, ഒരു ഫാൾസ്. അതൊരു സിംഗിൾ ബിറ്റിലാണ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഒരു ഫ്ലാഗ് സെറ്റ് ചെയ്യാൻ, ഒരു 0 ആണെങ്കിൽ ട്രൂ, ഫാൾസ്, 1 ആണെങ്കിൽ ട്രൂ, അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കും ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ബൂളിയൻ 1 ബിറ്റാണ്. ക്യാരക്ടർ 2 ബൈറ്റ് യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ക്യാരക്ടർ. ഒരു ക്യാരക്ടറുകൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു A, B, C അങ്ങനെ ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ക്യാരക്ടർ ഡാറ്റ ടൈപ്പ്. 2 ബൈറ്റാണ് അതിനായിട്ട് എടുക്കുക. 2 ബൈറ്റുകളാണ് ഇതിന് എടുക്കുന്നത്. അതായത് 16 ബിറ്റ് യൂസ് ചെയ്തിട്ടാണ് ക്യാരക്ടർ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ 16 2⁻16 ഇത്രയും ക്യാരക്ടേഴ്സാണ്. 16 എന്ന് പറഞ്ഞാൽ യൂണീകോഡ് ക്യാരക്ടർ സെറ്റാണ്. അപ്പോൾ 0 to 65,535 ഇത്രയും ക്യാരക്ടേഴ്സ് യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ബൈറ്റ് ഡാറ്റ ടൈപ്പ് 1 ബൈറ്റാണ് ഹോൾഡ് ചെയ്യുക. 1 ബൈറ്റ് മീൻ 8 ബിറ്റ്. അപ്പോൾ ബൈറ്റ് ഉപയോഗിച്ചിട്ട് 2⁻7 to 2⁻7-1 നമ്പേഴ്സ് നമുക്ക് ഹോൾഡ് ചെയ്യാം. അതായത് 2⁻7 എന്ന് പറഞ്ഞാൽ 1 മൈനസ് 128 to 128 മൈനസ് 1 127 മൈനസ് 128 to -127 ഇതിൻ്റെ ഇടയിലുള്ള ഏത് നമ്പേഴ്സിനെ ഹോൾഡ് ചെയ്യാൻ സ്റ്റോർ ചെയ്യാനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ബൈറ്റ് യൂസ് ചെയ്യാം. ഇതിന് ശേഷം വരുന്ന വാല്യൂസും അതിന് മുന്നേ വരുന്ന വാല്യൂസും എന്തെങ്കിലും ഹോൾഡ് ചെയ്യാൻ കഴിയില്ല, ഒരു ബൈറ്റിന് ഹോൾഡ് ചെയ്യാൻ കഴിയില്ല. ദെൻ ഷോർട്ട് അനദർ ഡാറ്റ ടൈപ്പാണ്. ഷോർട്ട് 2 ബൈറ്റാണ് ഹോൾഡ് ചെയ്യാം. 2 ബൈറ്റ് എന്ന് പറഞ്ഞാൽ
ഇത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണത് ബൈറ്റ് 2⁻⁷ ആണ്. 8 ബിറ്റ് ആണെങ്കിൽ 2⁻⁷ to 2⁻⁷ അപ്പോൾ 2 ബൈറ്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? 2 ബൈറ്റ് ആണെങ്കിൽ 2 ബൈറ്റ് എന്ന് പറഞ്ഞാൽ 16 ബിറ്റ് 2⁻15 to -2⁻15 to 2⁻15 -1 ആ വാല്യൂ ആയിരിക്കും ഇതിൻ്റെ ഇടയിൽ വരിക. ഇൻറ്റിജർ എടുക്കുന്നത് 4 ബൈറ്റ് ആണ്, ലോങ് എടുക്കുന്നത് 8 ബൈറ്റ് ആണ്. അതിനനുസരിച്ച് അതിൻ്റെ റേഞ്ച് കൂടും. നമ്മൾ ഹോൾഡ് ചെയ്യണ വാല്യൂസ് എത്ര വലുതാണോ അതിനനുസരിച്ച് നമ്മൾ ഒരു ബൈറ്റിലൊരിക്കലും ഒരു ഇൻറ്റിജർ ഹോൾഡ് ചെയ്യാൻ അത്രയും നമ്പേഴ്സ് എന്ത് ചെയ്യാൻ കഴിയില്ല, ഹോൾഡ് ചെയ്യാൻ കഴിയില്ല. അതിനനുസരിച്ച് അതിൻ്റെ സൈസിനനുസരിച്ചാണ് ഇവിടെയുള്ള ഡിഫറൻസ്. പിന്നെ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ 2 ഡാറ്റാ ടൈപ്പുകളുണ്ട്. ഫ്ലോട്ട്, ഡബിൾ. ഫ്ലോട്ട് ഹോൾഡ് 4 ബൈറ്റ്, ഡബിൾ 8 ബൈറ്റ്. ഇതിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള റേഞ്ചാണുള്ളത്. ഏത് വാല്യൂസ് വേണമെങ്കിലും ഇതിൽ സ്റ്റോർ ചെയ്യാം. 4 ബൈറ്റിലും 8 ബൈറ്റിലുമാണ് ഫ്ലോട്ടും ഡബിളും റെപ്രസെൻ്റ് ചെയ്യാം. ദെൻ ഇതിൻ്റെ എക്സാമ്പിൾ, നമ്മളൊരു വാരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യും? വാരിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാരിയബിൾസിന് വേണ്ടിയിട്ടാണ് എന്ത് ഡാറ്റാ ടൈപ്പുകൾ. വാരിയബിൾസ് ആർ മെമ്മറി സ്റ്റോറേജ് സ്പേസസ് ദാറ്റ് ഹോൾഡ് എ വാല്യൂ, എ കോൺസ്റ്റൻറ്റ്. ആ കോൺസ്റ്റൻറ്റുകൾ ഹോൾഡ് ചെയ്യാനുള്ള ടൈപ്പ് ഓഫ് ഡാറ്റയാണ് ഈ ഡാറ്റാ ടൈപ്പുകൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ബൂളിയൻ എ ഈസ് ഈക്വൽ ടു ട്രൂ, ഇതൊരു എക്സാമ്പിളാണ്. എ ഈസ് എ ബൂളിയൻ വേരിയബിൾ data type, variable name equal to view. Boolean hold 2 values, true or either true or false. This is true. അപ്പോൾ a true hold ചെയ്യുന്നു. Then another example, byte a is equal to 123. a എന്നൊരു ബൈറ്റ് വേരിയബിൾ ആണ്, അത് 123 ഹോൾഡ് ചെയ്യുന്നു. char a is equal to a എന്നത് ക്യാരക്ടർ ഡാറ്റ ടൈപ്പാണ്, ടൈപ്പ് വേരിയബിൾ ആണ്, അത് ഹോൾഡ് ചെയ്യുന്നത് എ, സ്മാൾ ലെറ്റർ എ. സ്മാൾ ലെറ്റർ കോൺസ്റ്റൻറ്റുകളെ നമ്മൾ സിംഗിൾ കോഡ്സിൽ റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ അതേപോലെ ഫ്ലോട്ട് എ 2.35, ഫ്ലോട്ടിംഗ് എ ഈസ് എ ഫ്ലോട്ടിംഗ് വേരിയബിൾ ദാറ്റ് ഹോൾഡ് 2.35. അതാണ് 2.35 ആണ് ഫ്ലോട്ട് ഹോൾഡ് ചെയ്യുന്നത്. ഇതാണ് ഡാറ്റ ടൈപ്പുകൾ. അവൈലബിൾ ആയിട്ടുള്ള പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പുകളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് കീവേഡ്സ്. നമ്മൾ സിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ടോക്കൺസിനെ പറ്റി. അതിലെ ഡിഫറെൻറ്റ് ടോക്കണുകൾ നമ്മൾ ഈ ജാവയിലും പറയുകയാണ്. അത് ഒന്നാമത്തെ ടോക്കണാണ് കീവേഡ്സ്. കീവേഡ്സ് ആർ റിസർവ്ഡ് വേർഡ്സ്, സ്പെഷ്യൽ മീനിങ് വേർഡ്സ് ആണ്. കീവേഡ്സ് എന്നത് സ്പെഷ്യൽ മീനിങ് വേർഡ്സ് ടു ദി ലാംഗ്വേജ് കമ്പൈലർ. ലാംഗ്വേജ് കമ്പൈലറിന് ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ മീനിങ് ഉള്ള വേർഡുകളെയാണ് എന്ത് പറയുക, കീവേഡ്സ്. ആ കീവേഡുകളുടെ കനോട്ട് ബി യൂസ്ഡ് ആസ് വേരിയബിൾ നെയിം ഓർ ഒബ്ജക്റ്റ് നെയിം. ഈ കീവേഡ്സിൻ്റെ കീവേഡുകൾ ഒരിക്കലും നമ്മൾ വേരിയബിൾ നെയിമോ ഒബ്ജക്റ്റ് നെയിമുകളോ ആയിട്ട് യൂസ് ചെയ്യരുത്. അതായത് ഒരു വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്യുമ്പോൾ ബൂളിയൻ എ എന്നുള്ളത് ഒരു കീവേഡ് അല്ല, അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി പല തരത്തിലുള്ള കീവേഡ്സ് ഉണ്ട്, അതൊരിക്കലും വേരിയബിൾ നെയിമുകളായിട്ട് യൂസ് ചെയ്യരുത്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് നെയിമുകളായിട്ട് യൂസ് ചെയ്യരുത്. അതിനൊരു സ്പെഷ്യൽ മീനിങ് ആണുള്ളത്. ദെൻ 48 കീവേഡ്സ് ആർ അവൈലബിൾ ഇൻ ജാവ. 48 കീവേഡ്സ് ആണ്, 48 കീവേഡുകളുണ്ട് ജാവയിൽ. അതിലെ സം ഓഫ് ദം ആർ അബ്സ്ട്രാക്റ്റ്, ബൂളിയൻ, ബ്രേക്ക്, കണ്ടിന്യൂ, എക്സെട്ര. ദീസ് ആർ കീവേഡ്സ് ഇൻ ജാവ. ദെൻ നെക്സ്റ്റ് ടോക്കൺ ഈസ് ലിറ്ററൽസ്. ലിറ്ററൽസ് ആർ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, സിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ. ലിറ്ററൽസ് ആർ കോൺസ്റ്റൻസ് ആർ ഒരു വേരിയബിളിലെ കോൺസ്റ്റൻറ്റ് വാല്യൂസ് റെപ്രസെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ലിറ്ററൽസ്. സോഴ്സ് കോഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഫിക്സ്ഡ് വാല്യൂ. സോ ലിറ്ററൽസ് എന്നത് ഒരു ഫിക്സ്ഡ് വാല്യൂവിൻ്റെ സോഴ്സ് കോഡിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഈ ലിറ്ററൽസ്. ഇവിടെ ഇൻറ്റ് നം ഈസ് ഈക്വൽ ടു 200 ആണ്. ഇവിടെ 200 ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ലിറ്ററൽസ് എന്ന് പറയുന്നത്. ലിറ്ററൽസ് പല ടൈപ്പിലുള്ള ലിറ്ററൽസ് അവൈലബിൾ ആണ്. ഇൻറ്റിജർ ലിറ്ററൽ, ഫ്ലോട്ടിംഗ് ലിറ്ററൽ, ക്യാരക്ടർ ലിറ്ററൽ, സ്ട്രിംഗ് ലിറ്ററൽസ്, ബൂളിയൻ ലിറ്ററൽസ്. ഇൻറ്റിജർ ലിറ്ററൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്തതാണ്. ഇൻറ്റിജർ ലിറ്ററൽ ഇൻറ്റ് 123 ഇസ് എൻ ഇൻറ്റിജർ ലിറ്ററൽ. ഫ്ലോട്ടിംഗ് ലിറ്ററൽ 2.35 ഫ്ലോട്ടിംഗ് ലിറ്ററൽ. ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്, ഇതാണ് ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്.
ക്യാരക്ടർ കോൺസ്റ്റൻറ്റുകൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വിത്തിൻ സിംഗിൾ കോഡ്സിലായിരിക്കും. സ്ട്രിങ് ലിറ്ററൽസ് റെപ്രസെൻറ്റിങ് സ്ട്രിങ്, എക്സാമ്പിൾ സ്ട്രിങ് എസ് ഈസ് ഈക്വൽ ടു ഡബിൾ കോഡ് വിത്തിൻ ഡബിൾ കോഡ്സ് ABC. എസ് എന്നത് സ്ട്രിങ് ലിറ്ററലാണ്, ഹോൾഡ് ചെയ്യുന്നത് ABC, ഡബിൾ കോഡ്സിലുള്ള ABC. ദെൻ ബൂളിയൻ ലിറ്ററൽ എന്ന് പറയുന്നത് ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും അതിൻ്റെ വാല്യൂസ്, അത് ഹോൾഡ് ചെയ്യുന്നതാണ് ബൂളിയൻ ലിറ്ററൽസ്. നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ജാവയിൽ ഒരു സിമ്പിൾ ജാവ പ്രോഗ്രാം എഴുതി നോക്കാം. എങ്ങനെ നമുക്ക് ജാവയിലുള്ള 2 നമ്പർ ആഡ് ചെയ്യാം, ഹൗ ടു ആഡ് 2 നമ്പേഴ്സ് എന്ന ഒരു പ്രോഗ്രാം നമുക്ക് ഇവിടെ എഴുതാം. ഇതാണ് ഒരു സിമ്പിൾ ജാവ പ്രോഗ്രാം. ഹൗ ടു ആഡ് 2 നമ്പേഴ്സ്. പബ്ലിക് ക്ലാസ് ഫസ്റ്റ് പ്രോഗ്രാം നമ്മൾ എന്ത് പേരും കൊടുക്കാം, ആഡ്. പബ്ലിക് ക്ലാസ് ആഡ്, പബ്ലിക് ക്ലാസ് ആഡ്, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ARGS, ദെൻ കേളി ബ്രേസ് ഓപ്പൺ ചെയ്യാം. നമുക്ക് 2 വേരിയബിളുകളാണ് ആഡ് ചെയ്യേണ്ടത്, 2 ഇൻറ്റിജേഴ്സാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത ഡാറ്റ ടൈപ്പ് int a b, 2 variables. A is equal to 20, b is equal to 30. A hold value 20, b hold value 30. int c is equal to a plus b. a plus b ആഡ് ചെയ്ത് ഇത് സിയിലേക്ക് സ്റ്റോർ ചെയ്യും. ദെൻ പ്രിൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യണത് നമ്മൾ println എന്ന ഫംഗ്ഷനാണ്, system dot out dot println. ദെൻ വിത്തിൻ ഡബിൾ കോഡ്സ് value is then പ്ലസ് ഓപ്പറേറ്റ് പ്ലസ് C. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ റിസൾട്ട് വാല്യൂ ഈസ് 50 എന്ന് പ്രിൻ്റ് ചെയ്യും. വാല്യൂ ഈസ് 50. ഇവിടെ കൺകാജിനേഷനാണ് പ്ലസ് കൊണ്ട് യൂസ് ചെയ്യാണ്, 2 സ്ട്രിങ്ങുകളെ കൺകാജിനേറ്റ് ചെയ്യാണ്. വാല്യൂ ഈസ് ദെൻ വാല്യൂ ഓഫ് C 50. വാല്യൂ ഈസ് 50. ഇത്രയാണ് സിമ്പിളായിട്ടുള്ള ഒരു ജാവ പ്രോഗ്രാം ഫോർ ആഡിങ് 2 നമ്പേഴ്സ്.